adventure starts here. ഹലോ ഗൈസ് അങ്ങനെ ഞങ്ങളുടെ രണ്ടാമത്തെ ദിവസമാണ്. നമ്മൾ ക്യാമ്പൊക്കെ ചെയ്ത് നമ്മൾ ജസ്റ്റ് ഒരു ട്രെയിലിങ്ങിന് ഇറങ്ങും അല്ലേ, ജസ്റ്റ് കാട് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി ഹൈക്കിങ്. അതെ, ഹൈക്കിങ്ങിന് ഇറങ്ങുകയാണ്. അപ്പോൾ നിങ്ങൾ കാണുന്ന ചെറിയ കാടൊന്നുമല്ല, അത് അത്യാവശ്യം അവിടെ ബോട്ട് അവിടെ ഇറക്കിയിട്ടുണ്ട്. ഇനി ഞങ്ങൾ ജസ്റ്റ് ഒന്ന് കയറി നോക്കാം, ജസ്റ്റ് കുറച്ച് ദൂരം പോയിട്ട് തിരിച്ചങ്ങ് വരും, അല്ലാതെ വലിയത് നോക്കുന്നില്ല. പിന്നെ ഇന്നലത്തെ കാര്യം പറയുവാണെങ്കിൽ ഗൈസ് ഒരു രക്ഷയില്ലെന്ന് പറഞ്ഞാൽ, രാത്രി അങ്ങോട്ട് കഴിഞ്ഞൊരു വെളുപ്പിനെയൊക്കെ ആകാറായപ്പോൾ തണുപ്പ് കൂടിയിട്ട് നമുക്ക് സഹിക്കാൻ പറ്റാത്ത തണുപ്പ്, എക്സ്ട്രീം തണുപ്പ് എന്ന് പറഞ്ഞാൽ എക്സ്ട്രീം തണുപ്പ്. കുഞ്ഞു പോകണം. അപ്പോൾ ആ തണുപ്പ് ഞങ്ങൾ കുറേ പാട് പെട്ടു. ജാക്കറ്റും എല്ലാം ഇട്ടിട്ടും തണുക്കുക, അത്രയ്ക്ക് തണുപ്പ്. ഈ ലേക്ക് സൈഡിൽ നിൽക്കുന്നതുകൊണ്ടായിരിക്കും അത്രയും തണുപ്പ് വരുന്നത്. അപ്പോൾ എന്തായാലും രാവിലെ ഞങ്ങൾ ഫയറൊക്കെ തടി വെച്ചിട്ടിട്ട് അത്യാവശ്യം ചൂടൊക്കെ പിടിച്ച് സെറ്റായിട്ടുണ്ടെല്ലാം. ഇനി അങ്ങോട്ട് കുറച്ച് മുന്നോട്ട് പോയി നോക്കാം. എന്താ കാണിക്കുമോ വാശിനകത്ത്? ബാക്ക് ട്രാക്കിംഗ് ഓണാക്കില്ല. ഓ, അങ്ങനെയൊക്കെ ഉണ്ട്. അത് നമ്മൾ തുടങ്ങിയ സ്ഥലത്ത് നിന്ന് എവിടെയെങ്കിലും പോയാൽ തിരിച്ചുള്ള വഴി കാണിച്ചു. അപ്പോൾ ഞങ്ങളൊന്ന് മുന്നോട്ട് പോയി നോക്കട്ടെ, കുറച്ച് ദൂരമൊക്കെ പോയിട്ട് എന്താ സംഭവം നോക്കാം. എന്തായാലും ഇവിടെ പാമ്പൊന്നുമില്ല, കാനഡയിൽ, അതുകൊണ്ട് ആരും പേടിക്കണ്ട. ഞങ്ങൾ മുന്നോട്ട് കുറച്ച് പോയിട്ട് ബാക്കി വീഡിയോ കാണിക്കാം ഗൈസ്. ഇതാണ് നമ്മുടെ ഇതോ ഈ ചുമലേ എവിടെ? ഓ ശരിയായതോ, ആനിമലിൻ്റെ ഷിറ്റാണ് ഗൈസ് ഇത്. എനിക്കൊന്ന് വല്ല മാൻ്റെ വല്ലതും ആയിരിക്കും, ഏതാണെന്നറിയില്ല. നമ്മൾ വീണ്ടും മുന്നോട്ട്. അഡ്വഞ്ചർ സ്റ്റാർട്ട് ഹിയർ. എന്തോ അതാർക്കറിയാം. നമ്മുടെ ഹുവാൻ എന്താ അവൻ്റെ പേര്? ഓവനുള്ളതുകൊണ്ട് ഞങ്ങൾ ആ ധൈര്യത്തിനാണ് പോകുന്നത്. ഓവൻ കുറേ എക്സ്പ്ലോറൊക്കെ ചെയ്ത് നല്ല എക്സ്പീരിയൻസ് ഉള്ള ആളാണ്. അതുകൊണ്ട് നമ്മൾ ആ പുള്ളിയുടെ ഒരു ധൈര്യത്തിൽ അങ്ങ് പോവുക, നമുക്കൊന്നും അറിയത്തില്ല. അത്യാവശ്യം നല്ല കോടാണ് കേട്ടോ. ഇപ്പോൾ ഒന്ന് തിരിച്ചു പോകാനുള്ള വഴി അറിഞ്ഞാൽ മതിയായിരുന്നു ഗൈസ്. ഈ മരമൊക്കെ കിടക്കുന്ന കിടപ്പ് കണ്ടോ, ഇതൊക്കെ എത്ര വർഷങ്ങൾക്ക് മുന്നേ വീണ മരമെന്ന് അറിയുന്നത്. അതുകൊണ്ട് ചളങ്ങി അപ്പം പോലാവുന്നിപ്പോൾ. അത്രയ്ക്ക് കുറേ വർഷങ്ങൾക്ക് മുമ്പ് അറിഞ്ഞ മരമാണ്. വഴി വെട്ടി വേണം മുന്നോട്ട് പോകാൻ. മുന്നോട്ടങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എവിടെ വരെ പോകും നോക്കാം. അതുകൊണ്ട് ഈ മരങ്ങളെ കിടക്കുന്നുണ്ടോ, ഇതെല്ലാം ചെതുക്കിച്ച് പണ്ടങ്ങാണ്ട് മരം. ഞങ്ങളിനി കുറച്ച് മുന്നോട്ട് പോയിട്ട് കാണിക്കാം കേട്ടോ. ഓക്കെ ഗൈസ്, ഞങ്ങൾ കുറേ നടന്നിട്ടും ഇതുപോലൊക്കെ തന്നെ, ഒരു മാറ്റമില്ല. അപ്പോൾ ഞങ്ങൾ തിരിച്ചു പോവാണ് ഗൈസ്. പക്ഷെ തിരിച്ച് പോയിക്കൊണ്ടിരുന്നപ്പോഴാണ് ഒരു പ്രശ്നം പറ്റിയത്, വഴി അങ്ങോട്ട് മനസ്സിലാവുന്നില്ല. അപ്പം ഞങ്ങൾ തപ്പി കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ്. റിവർ എവിടെയാണെന്നുള്ളത് നോക്കിയിട്ട് ആ സൗണ്ട് കേട്ട് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക. പിന്നെ ഒരുത്തം ഭാഷയിൽ ബാക്ക് ട്രാക്കിംഗ് ഓണാക്കി കോപ്പെന്നൊക്കെ പറഞ്ഞിട്ട് അവനത് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഞങ്ങൾ തന്നെ കണ്ടുപിടിക്കുകയാണ്. മനസ്സിലായോ? ഞങ്ങളെ പുറകെ വന്നിട്ട് മനസ്സിലായെന്ന്. എന്തായാലും റിവറിൻ്റെ വെള്ളത്തിൻ്റെ സൗണ്ട് കേട്ട് ഞങ്ങൾ അങ്ങോട്ട് കുതിക്കുകയാണ്. തിരിച്ചു പോയിട്ട് ഞങ്ങൾ വേറെ എവിടെയെങ്കിലും ഏരിയയിൽ പോയി നോക്കാം. അപ്പോൾ ഇനി കുറച്ച് കഴിഞ്ഞിട്ട് കാണാൻ കഴിയും.
ഇവിടെ വരെ എത്തിയപ്പോൾ വഴി എത്തി, മീൻസ് റിവർ എത്തി. പക്ഷെ ബോട്ട് അങ്ങോട്ട് പോകണം, ഇവിടെ അല്ല, റൈറ്റിലോട്ട് പോകണം. ഇവിടുന്ന് റൈറ്റിലോട്ട് പോയി അങ്ങോട്ടും അങ്ങേറ്റത്താണ് കിടക്കുന്നത്. ഞങ്ങളിവിടെ എത്തി. ഒരു റെസ്റ്റോൾ പ്രൊവിൻഷ്യൽ പാർക്കാണ് കഴിച്ചത്. അവിടെ ഇവിടെ ഇട്ടാൽ മതി അതല്ലേ വെള്ളം അറിയാണ്ട് കിടക്കുന്നു. ഞങ്ങൾ അടുത്ത് തന്നെ, വലിയ ദൂരമൊന്നുമല്ല, തൊട്ടടുത്ത് തന്നെ. പോടെ മഴയുടെ വാച്ച്. കുറെ നേരം കൊണ്ട് വാച്ച് കാണിക്കുന്നത്. റിബൺ എടുത്തോ, റിബൺ. ലൊക്കേഷൻ അറിയാൻ വേണ്ടി റിബണൊക്കെ കെട്ടിക്കൊണ്ട് പോയി ബുദ്ധിപരമായി പോയതാണ്. പക്ഷേ റിബൺ എടുക്കാൻ മറന്നുപോയി. അപ്പം ഞങ്ങൾ വീണ്ടും ഒന്നുകൂടെ ഇതേ പോയിട്ട് വരാം. ഇച്ചിരി പാടാണ് കൈസ് ഇത് ചെയ്യാൻ. ഇന്നിപ്പോൾ വെയിറ്റ് ഇല്ലാത്തതുകൊണ്ട് സാധനമെല്ലാം അവിടെ ഇറക്കി വെച്ചേക്കാം ക്യാമ്പിൽ. അതുകൊണ്ട് നമുക്ക് വെയിറ്റ് ഇല്ലാത്തതുകൊണ്ട് സുഖമായിട്ട് പോകാൻ പറ്റുന്നുണ്ട് അല്ലേ. എന്നാൽ ഞാൻ അടുത്ത ലൊക്കേഷനിലോട്ട് പോട്ടെ. ഓക്കെ ബൈസ്. ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി വീണ്ടും അടുത്തൊരു ലൊക്കേഷനിലോട്ട് വന്നു. ഇച്ചിരിയുടെ സ്ഥലമൊക്കെ കുഴപ്പമില്ലെന്ന് തോന്നുന്നു. അവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഒരുത്തിന് ഭയങ്കര ഇളക്കം. അവൻ ഒറ്റയ്ക്ക് തുഴയണം. അവൻ തുഴഞ്ഞ് അങ്ങോട്ട് പോയി, എന്നിട്ട് അടുപ്പിക്കാൻ പറ്റുന്നില്ല. അവൻ അപ്പുറത്ത് ഒറ്റയ്ക്ക് പോയി അടുപ്പിച്ചെന്ന്. അതായത് നമ്മുടെ വിനായക്. അവൻ ഒറ്റയ്ക്ക് തുഴഞ്ഞ് അടുത്ത് പറഞ്ഞു. ഇവിടെ ഇങ്ങനെ ഓപ്പൺ സ്പേസ് ഉള്ളതുകൊണ്ട് ഞങ്ങളിവിടെ നിർത്തിയതാണ്. ജസ്റ്റ് ഒന്ന് കണ്ട, അവനിവിടെ കൊണ്ട് നിർത്തി. ബായ് എടുത്ത് ഇവിടെ കൊണ്ട് നോക്കണോടാ, അല്ലെ പിന്നെ. ഇതൊരു കാടല്ലായിരുന്നു, ഇത് അടുത്തൊരു സൈറ്റ് ലൊക്കേഷൻ, മീൻസ് ക്യാമ്പ് ഏരിയ. നമ്മുടെ കൂട്ട് നമ്മൾ ഇന്നലത്തെ പോലെ ഒത്തിരി ക്യാമ്പ് സൈറ്റ് ഉണ്ട് ഇവിടെ. അവരിങ്ങനെ നമ്പർ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുപോലത്തെ ഏരിയ ആണ്. അവർ തന്നെ ഈ റെസ്റ്റോറൻറ്റ് ആൾക്കാർ തന്നെ ടേബിൾ പോലെ ഉണ്ടാക്കി അവിടെ ഗ്രില്ലടിക്കാനുള്ള സാധനവും, ഇവിടെ വേറെ ഗ്രില്ലടിക്കാനും അങ്ങനെ എല്ലാ സെറ്റപ്പും ഉണ്ട്. പാത്രവും ഗ്രില്ലടിക്കാനുള്ള സാധനം എല്ലാം അവന്മാരിവിടെ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിപ്പോൾ വേറൊരു ലൊക്കേഷനാണ്. ഞാൻ വെച്ച് കാടല്ല ഗൈസ്, ജസ്റ്റ് ഒന്ന് കയറിയെന്നേ ഉള്ളൂ. ചുമ്മാ ഒന്ന് കണ്ടിട്ട് തിരിച്ചു പോകണം ഗൈസ്. ഇതൊരു വേറെ ക്യാമ്പ് സൈറ്റാണ്. ഇതാണ് ലാസ്റ്റ് ക്യാമ്പ് സൈറ്റ് 27. എല്ലായിടത്തും നമ്മുടെ സാമാനങ്ങളെല്ലാം ഉണ്ട്, എല്ലാം ഇവിടെ തന്നെ ഉണ്ട്. പക്ഷെ ഇവിടെ നല്ലൊരു വ്യൂ ഉണ്ട്. ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു വ്യൂ കണ്ട, ഇവിടെ വന്ന് നമുക്കിങ്ങനെ ഇരിക്കാം. ആ ഒരു രസമാണ്. ഇതൊരു വിശാലമായ സാധനം. ഇതിൻ്റെ എല്ലാം വേറൊരു പ്രശ്നമെന്ന് വെച്ചാൽ ഇപ്പം എല്ലാം നല്ല രസമാണ്. പക്ഷേ തിരിച്ച് നമ്മൾ പോകുന്നത് ഒരു 3 മണിക്കൂർ ബോട്ടയിൽ തുഴയണമല്ലോ എന്ന് ഓർക്കുമ്പോൾ ഉള്ളൊരു പ്രശ്നമേ ഉള്ളൂ. ഒരു 3 മണിക്കൂറിലെടുക്കും. നമ്മൾ ഈ സാധനമൊക്കെ വെച്ച് നമ്മുടെ ബാഗും എല്ലാം കയറ്റി വെക്കുമല്ലോ. മറ്റേ ഇപ്പം ഞങ്ങൾ നടക്കുന്നത് ചുമ്മാ കാലിയായിട്ടാണ്. അപ്പം വള്ളത്തിന് വെയിറ്റ് ഇല്ലാത്തതുകൊണ്ട് സുഖമായിട്ട് പോകുന്നുണ്ട്, വലിയ ബലം കൊടുക്കണ്ട. മറ്റേത് അങ്ങനെയല്ല, ഈ വെയിറ്റ് ഇരിക്കുന്നതുകൊണ്ട് ഭയങ്കര പാടാണ്. അതേ ഉള്ളൂ. ഇനി അങ്ങോട്ട് ഓർക്കുമ്പോൾ ഒരു വിഷമം തിരിച്ചു പോകുന്നത്. എന്തായാലും നോക്കാം. I like this life jacket system. Yeah. Wait, let me. I'm still falling, bro. Let me. Oh, fuck! Sleep. I can't. Wait. Swim, bro. Okay. ഞങ്ങൾ ഇങ്ങനെ കാട് കയറി ഇങ്ങനെ കുറച്ച് അകത്തോട്ട് വന്നപ്പോൾ ഉണ്ടല്ലോ, ഇതൊരു സംഭവം കണ്ട് നോക്കിയേ. ഈ മരം കണ്ടോ ഗൈസ്? പക്ഷെ എൻ്റെ മോനിത് എന്തോരം ഇതായിരിക്കും അല്ലേ, പഴക്കമുള്ള മഴയായിരിക്കും. എത്ര അതിൻ്റെ വേരിൻ്റെ ആ ഒരു വലിപ്പമുണ്ട്. അപ്പുറത്തോടെ ഒന്ന് കാണിച്ചത്. ഇതെല്ലാം ഇത് കാട്ട കിടക്കുന്നുണ്ടടാ.
നല്ല കാട്ടം, ഫ്രഷ് കാട്ടം കിടക്കുന്നു. എന്തോത്തിന്റെ കാട്ടം കിടക്കുന്നുണ്ടോ? മരം പണ്ടാണ്ട് വീണ കേട്ടോ. വേരുണ്ടോ? നിങ്ങളുടെ കറുത്ത കണ്ടോ? മാൻ്റെ ഇവിടെ മാനെ പോയിട്ടൊരു വലിയ പോലും കാണുന്നില്ല, അണ്ണാനെ പോലും കാണുന്നില്ല. അയ്യോ, രക്ഷയില്ലാതെ കാടാ. പക്ഷെ ഒന്നുമില്ല, ഒരു അണ്ണാനും ഇല്ല, കിളിയും ഇല്ല, ഒരനുഭവമില്ല. ഞാൻ കുറച്ച് കഴിഞ്ഞാൽ ചുമ്മാ ഒന്ന് നടക്കാമെന്ന് വെച്ച് ഇറങ്ങിയത്. വൈകിട്ടായി, ഇപ്പം 4 മണിയായി. നാളെ രാവിലെ തിരിച്ചു പോകും. അപ്പം ഇതുകൂടെയുള്ള ക്യാമ്പ്. ജസ്റ്റ് ഒന്ന് ഫാസിസം വന്ന ആ മരത്തിൻ്റെയൊക്കെ ഇലയുടെ കളറ് മാറുന്നത് കണ്ടോ, റെഡും. ഇത് മൊത്തം ആവും ഇപ്പം. ഇനി അടുത്ത മാസം ആകുമ്പോഴത്തേക്കും ഫുള്ള് മഞ്ഞയും ചുമലയായിരിക്കും. ഈ മഴയൊക്കെ നല്ല വലിപ്പം ഉണ്ടോ. വെള്ളട്ടോ നോക്കി, ഇതൊക്കെ പഴയ ആയിരിക്കും, അപ്പൂപ്പനൊക്കെ ആയിരിക്കും. താനും വീഴും. ശരി എന്നാ, പക്ഷേ അത് കുറച്ച് മുന്നോട്ട് പോയിട്ട് വരാം ഗൈസ്. അപ്പോൾ അങ്ങനെ കാടൊക്കെ വീണ്ടും കയറി ഇറങ്ങി ഞങ്ങൾ തിരിച്ച് ക്യാമ്പിൽ വന്നിരിക്കുകയാണ് ഗൈസ്. റെസ്റ്റ് എടുക്കുക. അവിടെ കണ്ടോ, റെസ്റ്റൊക്കെ എടുക്കുക. അവിടെ എല്ലാവരും വയ്യ. ഇനിയും തീർന്നു, പരിപാടിയെല്ലാം തീർന്നു. ഇനിയും റെസ്റ്റ് എടുക്കുക. ഇന്ന് രാത്രി ഫുഡൊക്കെ ഇനിയും കഴിക്കണം. ഇവിടെ നമ്മൾ ഗ്രില്ലൊക്കെ ചെയ്യുന്നത് ഇവിടെ. അവിടെയും ഗ്രില്ലൊക്കെ അടിക്കും. അങ്ങനെ ഗ്രില്ലെല്ലാം ചെയ്ത് റെസ്റ്റ് എടുത്ത് ഇനി നാളെ രാവിലെ തിരിക്കാമെന്നാണ് പ്ലാൻ. ഒരു 4 മണിയൊക്കെ ആകുമ്പോൾ ഇറങ്ങാം. രാവിലെ വെളുപ്പിന് 4 മണിക്ക് ഇറങ്ങാമെന്നൊക്കെയാണ് പ്ലാൻ. അപ്പോൾ അത് ഇതുവഴി ഇങ്ങനെ ഈ വഞ്ചിയിൽ വരണം, മനസ്സിലായോ? അങ്ങനെ അതേ പുഴഞ്ഞു പോയി. അതാണൊരു വിഷയം. ഏറ്റവും ഇനി പ്രശ്നം വരാൻ വന്നതാണ്. മീൻസ് നമുക്ക് മടുക്കുന്ന ഒരു പരിപാടി അതാണ്. തുഴഞ്ഞൊരു 3 മണിക്കൂർ നമ്മൾ കണ്ടിന്യൂസ് പോകും. അത് മാത്രമാണോ, നമ്മൾ പോകുന്ന വഴിക്ക് പകുതിക്ക് വെച്ച് നിർത്തി ഒരു കരയ്ക്ക് ഇറക്കി അവിടെ നിന്ന് ഈ വഞ്ചി പൊക്കിക്കൊണ്ട്, വലിയ വെയിറ്റ് ഇല്ല കേട്ടോ, എന്നാലും പൊക്കിക്കൊണ്ട് നടക്കുമ്പോൾ ഇച്ചിരി പാടാം. അത് പൊക്കിക്കൊണ്ട് പോയി അപ്പുറത്തെ തീരത്ത് പോയി ഇറക്കണം. എന്നിട്ട് അവിടുന്ന് പിന്നെയും പോകണം. അങ്ങനെ ഒരു 3 മണിക്കൂർ എടുക്കും. നമ്മുടെ പാരിപ്പളകെന്ന് വെച്ചാൽ ഇത് നമ്മൾ വിചാരിക്കുന്നതല്ല. ഈ വഞ്ചി നല്ലപോലെ തുഴ അറിയാത്തവരാകുമ്പം ഇതിങ്ങനെ ഇതുണ്ട്, ഇതോടെ ഭയങ്കര ഒഴുക്കുണ്ട്, നല്ല ഒഴുക്കുള്ള വെള്ളമാണ്. അപ്പം ആ ഒഴുക്കിനനുസരിച്ച് അതങ്ങ് നീങ്ങും. നമുക്കപ്പം ഒരു കൺട്രോൾ കിട്ടത്തില്ല. പക്ഷേ ഇപ്പം ഈ ഞങ്ങളിങ്ങനെ 2 ദിവസമായിട്ട് ഇങ്ങനെ തുഴഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യമൊക്കെ സെറ്റായി. എന്നാലും അങ്ങനെ നാളെ ഇനിയും പോവാണ്. ഇപ്പോൾ ഗൈസ്, അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഞങ്ങളുടെ ക്യാമ്പിംഗ് വീഡിയോസ് എല്ലാം 2 പാർട്ടായിട്ട്, രണ്ടാമത്തെ പാർട്ടാണിത്. ആദ്യത്തെ പാർട്ട് നിങ്ങൾ കണ്ടു കാണുമല്ലോ. അപ്പം രണ്ടാമത്തെ പാർട്ടാണിത്. ഇത്രയൊക്കെ ഉള്ളൂ ഗൈസ്. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ കൊടുത്തേക്കടാ. ബൈ 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 ഗൈസ്. അപ്പോൾ വെക്കുവാണ്, നിർത്തുവാണ്. ഗുഡ് നൈറ്റ്.